ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ദുസ് വേൾഡ്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഈവനിങ് വ്ളോഗാണ് കേട്ടോ. ഈ ഈവനിങ് വ്ളോഗാണെങ്കിലും ഇതിൽ ഞങ്ങളെ 2 ആഗ്രഹങ്ങളാണ് നടക്കാൻ പോകുന്നത്. ഒരു 7:30 മണിക്ക് ഞങ്ങൾ ഇറങ്ങിയിട്ട് നേരെ പോയത് ലുലുവിലേക്കാണ് കേട്ടോ. ഞങ്ങൾ ഫാമിലിയായിട്ട് ലുലുവിൽ ഇതുവരെ വന്നിട്ടില്ല. മാത്രമല്ല അമ്മയ്ക്ക് ആദ്യമായിട്ടാണ് ലുലുവിൽ വരുന്നത്. ലുലു ഇത്രയും വർഷമായിട്ട് വന്നിട്ടും ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ റീസെൻ്റായിട്ട് സ്കൂളിൽ നിന്ന് ടൂർ പോയപ്പോഴാണ് ലുലുവിലേക്ക് പോയത്. പിന്നെ ലുലുവിൽ ചെന്നിട്ട് ലുലു കംപ്ലീറ്റ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് പറഞ്ഞ് പോയെങ്കിലും അമ്മ ഓടി ചെന്ന് കയറിയത് ഹൈപ്പർ മാർക്കറ്റിലേക്കാണ്. പിന്നെ അവിടെ കൂടുതൽ എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞിറങ്ങിയപ്പോഴത്തേനും നമുക്ക് തീരെ സമയം കിട്ടില്ല. ഞങ്ങൾ എത്തിയപ്പോൾ തന്നെ 8:15 കണ്ടേ. അപ്പം ഞങ്ങൾ അവിടെ ചെന്നപ്പോഴത്തേനും അവിടെ കുറേ ക്രിസ്മസ് ട്രീയും അവിടെ ക്രിസ്മസ് ഡെക്കോറൊക്കെ അതിനകത്ത് തന്നെ ഹൈപ്പർ മാർക്കറ്റിനകത്ത് തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് പിന്നെ എന്തൊക്കെ വേണം, സാധനങ്ങളൊക്കെ വേണം, കുറച്ച് ലാഭമാണ് ലുലു എന്ന് കേട്ടിട്ടുണ്ട്. അങ്ങനെയാണ് ഞങ്ങൾ പിന്നെ ഹൈപ്പർ മാർക്കറ്റിലേക്ക് തന്നെ ആദ്യം കയറിയത്. നമ്മൾ മാർജിൻ ഫ്രീയിൽ കാണുന്നതിനെക്കാട്ടി കുറച്ചുകൂടെ ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ കൂടുതൽ അതൊക്കെ പർച്ചേസ് ചെയ്യും. അപ്പോൾ കുറച്ച് എക്സ്പെൻസ് അധികമായി. അപ്പോൾ അതുകൊണ്ട് അമ്മ പറഞ്ഞു നമുക്ക് മാർജിൻ ഫ്രീ മതി, നിങ്ങളെ കൊണ്ട് ഇവിടെ വരാൻ കൊള്ളില്ല എന്ന് അമ്മ പറഞ്ഞു കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മളിനി അടുത്ത മന്ത് തൊട്ട് പിന്നെയും പഴയ പോലെ മാർജിൻ ഫ്രീ തന്നെ ആയിരിക്കും. നാളത്തേക്കുള്ള വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്ത് വെച്ചേക്കുന്നതൊക്കെ വാങ്ങിച്ചോട്ടെ നാളത്തേക്ക് കുക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ ഈ സമയം കൊണ്ട് അപ്പോട്ടിനും അച്ചായും കൂടെ പോയി ഫണ്ടൂർ എക്സ്പ്ലോർ ചെയ്യാൻ പോയി കേട്ടോ. അവന് ഭയങ്കര ആഗ്രഹമാണ്. അവൻ സ്കൂളിൽ നിന്ന് ട്രിപ്പ് പോയപ്പോഴാണ് അവൻ ആദ്യമേ അവൻ്റെ ബർത്ത്ഡേക്ക് കൊണ്ടുപോകണമെന്ന് പറയുന്നുണ്ടായിരുന്നു. പിന്നെ ഈ പ്രാവശ്യം ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്നത് കൊണ്ടും അങ്ങനെയൊന്നും പോകാൻ പറ്റിയില്ല. അപ്പോൾ അവനെ കൊണ്ടുപോയി അവന് ഇഷ്ടമുള്ളതിലൊക്കെ ഗെയിംസ് കളിച്ചു, ഇഷ്ടമുള്ള റൈഡ്സിലൊക്കെ കയറി. അങ്ങനെ അവർ ഭയങ്കരമായിട്ട് അടിച്ചു പൊളിച്ച് അപ്പനും മോനും കൂടെ ഒരു വഴിക്ക് പോയി. ഇനി ശരിക്കും ഒരിക്കൽ കൂടി വന്നാൽ മാത്രമേ അമ്മയ്ക്കും അമ്മയ്ക്കൊക്കെ ലുലു നന്നായിട്ട് എന്താണ് ഫുൾ ഓടിയിടന്ന് കാണാനും കാര്യങ്ങൾ. ഞങ്ങൾ കുറേ ഷോർട്സൊക്കെ എടുക്കണം എന്നുള്ള പ്ലാനിങ്ങിലാണ് ഞാനും ശ്രീയൊക്കെ പോയത് കേട്ടോ. പക്ഷെ ഒന്നും നടന്നില്ല. അതിനിടയ്ക്ക് വെച്ച് വാവ ഭയങ്കര പിണക്കായി. പിന്നെ ഞങ്ങൾ ഫീഡിങ് റൂമിലേക്ക് പോയി കേട്ടോ. അപ്പോഴത്തേനും അച്ചായും മോനും കൂടെ ഫണ്ടൂറിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ ഐസ്ക്രീം കഴിക്കാൻ പോയി. അമ്മയും അപ്പോഴത്തേക്കും ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് സാധനങ്ങളെല്ലാം പർച്ചേസ് ചെയ്ത് ബില്ല് ചെയ്തിട്ട് അവിടെ നിൽക്കുന്നു. അപ്പോഴാണ് ഹസ്ബൻഡ് 50% ഓഫിൽ പെർഫ്യൂം ഉണ്ടെന്ന് ഞാൻ അവിടേക്ക് പോയി ഒരു പെർഫ്യൂമൊക്കെ പർച്ചേസ് ചെയ്തിട്ട് ഞങ്ങൾ ഏകദേശം ഒരു 10-10:30 ഒക്കെ ആയി കേട്ടോ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ. അപ്പോൾ ഞങ്ങൾ ഫുഡ് അവിടെ നിന്ന് കഴിക്കാമെന്നാണ് ആദ്യം വിചാരിച്ചത്. പിന്നെ കുടുംബം വിറ്റ് കൊടുക്കേണ്ടി വരും എന്ന് ആലോചിച്ചപ്പോൾ എന്തായാലും കുറേ നാളത്തെ അടുത്തൊരു ആഗ്രഹമായിരുന്നു. MG കോളേജിൻ്റെ സൈഡിൽ ഒരുപാട് തട്ടുകടകളുണ്ട്. അപ്പോൾ അവിടെ പോയി എവിടെയെങ്കിലും ഫുഡ് കഴിക്കണം നൈറ്റ് എന്നുള്ളത് ശ്രീയുടെ ഭയങ്കര ആഗ്രഹമായിരുന്നു. കുറേ നാളായിട്ട് അവൾ പറയുന്നതായിരുന്നു. എങ്കിൽ പിന്നെ വിചാരിച്ചു ഇനി അവിടെ പോയി ഫുഡ് കഴിക്കാമെന്ന്. അങ്ങനെ ഞങ്ങൾ ലുലുവിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ പോയത് MG കോളേജിൻ്റെ സൈഡിലുള്ള കുറേ തട്ടുകടലിൽ അത്യാവശ്യം ഹൈജീനിക് ആയിട്ടുള്ള നമുക്ക് ഇരുന്ന് ഫുഡ് കഴിക്കാൻ പറ്റുന്ന സ്ഥലത്തേക്കാണ് കേട്ടോ. അപ്പോൾ അവിടേക്ക് പോയത് ഇഷ്ടംപോലെ കടകൾ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ. അപ്പം ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്തത് പൊറോട്ട, ദോശ, പിന്നെ ഓംലെറ്റ്, ചിക്കൻ തോരൻ, ബീഫ്, ചിക്കൻ പെരട്ട്, പിന്നെ അപ്പൂട്ടിന് കൊത്തു പൊറോട്ട വേണമെന്ന് പറഞ്ഞു. അതിൽ ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചിക്കൻ തോരനാണ് കേട്ടോ. അത് നല്ല അടിപൊളിയായിരുന്നു. ഫുഡ് നമ്മൾ ഇത്രയൊക്കെയാണ് ഓർഡർ ചെയ്തത്, പക്ഷെ നല്ല റേറ്റ് ആയിട്ട് അവിടെ ചിക്കൻ ബീഫ് ഐറ്റംസിന് എല്ലാ കറികൾക്കും ഫിക്സഡ് റേറ്റ് ആയിരുന്നു. 240 ആയിരുന്നു കേട്ടോ. അത് തോരനായാലും റോസ്റ്റ് ആയാലും എല്ലാം. അപ്പോൾ കുറച്ച് കത്തി റേറ്റ് ആണെന്ന് എനിക്ക് തോന്നി കേട്ടോ. ഇത് പേഴ്സണൽ ഒപ്പീനിയനാണ്. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് നേരെ ഞങ്ങൾ വീട്ടിലേക്ക് വിട്ടു കേട്ടോ. പിന്നെ വീട്ടിൽ പോയിട്ട് പിന്നെ പ്രത്യേകിച്ച് പണിയൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം ഞങ്ങൾ ഫുഡും കഴിച്ചു. പിന്നെ നാളത്തേക്ക് പച്ചക്കറികളൊക്കെ അരിഞ്ഞ് ഞങ്ങൾ ലുലുവിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് ഭയങ്കര എളുപ്പമായി കേട്ടോ. അപ്പോൾ അങ്ങനെ ദീർഘകാലമായിട്ടുള്ള 2 ആഗ്രഹങ്ങൾ നടത്തിയെടുത്ത നിർവൃത്തിയോടുകൂടി ഞങ്ങൾ വീട്ടിലേക്ക് മടങ്ങി. വീടെത്തിയപ്പോൾ ഏകദേശം 12 മണിയായി. കഴിച്ചതിനെ നടന്നതിൻ്റെ ക്ഷീണം കൊണ്ട് പിന്നെ കട്ടിൽ കണ്ടാൽ മതിയെന്നായി. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. നോട്ടിഫിക്കേഷൻസിനായി അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോയിലൂടെ കാണുന്നത് വരെ ഇറ്റ്സ് മീ ഇന്ദു സൈനിങ് ഔട്ട്. ബൈ.